മൗനരാഗം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കിരണിൻ്റെ അച്ഛൻ ICUവിൽ സീരിയസ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കല്യാണി പറയാം അച്ഛനൊന്നും സംഭവിക്കില്ല കിരണേട്ടാ, വിഷമിക്കേണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ കിരൺ പറയുകയാണേ, എന്നാലും ആ വേലു കാട്ടുമുപ്പിന് നമ്മൾ ചതിക്കുമോ? അവർക്ക് അങ്ങനെ ചതിക്കേണ്ട ആവശ്യമില്ലല്ലോ കിരണേട്ടാന്ന് കല്യാണി പറയുക. കിരൺ പറയാം, അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. തേനകത്ത് വിഷം വന്നത് കല്യാണി നമ്മൾ അറിയാത്ത എന്തോ കാടിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. കല്യാണി പറയും, ഞാൻ ഇടയ്ക്ക് ഗംഗാപ്രസാദ് സ്വപ്നം കാണാറുണ്ടായിരുന്നല്ലോ, അവൻ എങ്ങാനും കാട്ടിലുണ്ടോ? അപ്പോൾ കിരൺ പറയും, എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കാം, അവർ ഫോറസ്റ്റിനെ അറിയിച്ചോളും. വേലു എത്രയും പെട്ടെന്ന് പോലീസിനെ അറസ്റ്റ് ചെയ്യട്ടെ. ഇതിനകത്ത് എന്തെങ്കിലും ചതി ഉണ്ടെങ്കിൽ അവരോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ കല്യാണി പറയുക, കിരണേട്ടൻ എത്രയും പെട്ടെന്ന് വീട്ടിൽ വിളിച്ച് വിവരം പറയുമെന്ന് പറയുവാണ്. കിരൺ നേരെ രൂപയുടെ ഫോണിലോട്ട് വിളിക്കുകയാണ് കേട്ടോ. രൂപയുടെ ഫോൺ ബെല്ലടിക്കണം. അപ്പോൾ രൂപയ്ക്ക് ഫോൺ എടുക്കാതെ ആരാന്ന് വെച്ചാൽ നോക്കുമെന്ന് പറയുമ്പോൾ ഷാരി നോക്കിയിട്ട് പറയാണ് അത് കിരൺ മോനാണെന്ന് പറയാം. അപ്പോൾ രൂപ പറയാം, മോനെ. അപ്പോൾ കിരൺ പറയാം, അമ്മേ ആ തേൻ ആരും കുടിക്കരുത്, മാരകമായ വിഷം അതിനകത്ത് കലർന്നിട്ടുണ്ട്. രൂപ ചോദിക്കുക, അച്ഛൻ എങ്ങനെയുണ്ട്? അച്ഛനിപ്പോൾ കുഴപ്പമില്ല അമ്മേന്ന് കിരൺ പറയാം. മോനെ സത്യം പറ മോനെന്ന് പറയുമ്പോൾ അച്ഛൻ ICUവിലാണ്, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുവാണേ. അമ്മ പേടിക്കേണ്ട, അച്ഛനെ പെട്ടെന്ന് കൊണ്ടുപോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുകയാണ്. പിന്നെ അമ്മ ആ തേൻ ആരും കുടിക്കുമോ ആർക്കും കൊടുക്കുമോ ഒന്നും കൈമാറ്റം ചെയ്യുമോ ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ എന്ന് കിരൺ പ്രത്യേകം പറയുവാണേ. രൂപ ഫോൺ വെച്ചിട്ട് ഷാരിയോടും യാമിനിയോടും പറയണം, ആ തേൻ ആരും എടുക്കുകയും ചെയ്യരുതും ആർക്കും കൊടുക്കുകയും ചെയ്യരുതെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം അതിനകത്ത് കൊടും വിഷമാണ് ചേർന്നിരിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ഷാരി ചോദിക്കുകയാണ്, സാറിന് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുവാണ്. വിഷം കലർന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ അത് അവനെല്ലാം നമ്മളോട് പറയത്തില്ല, നമ്മൾ വിഷമിക്കുന്നോർത്ത് എല്ലാം വിട്ട് പറയത്തില്ല എന്ന് പറയുന്നത്. പിന്നീട് കാണിക്കുന്ന ഹോസ്പിറ്റലാണ്. കല്യാണി പറയുവാണ്, കിരണേട്ട ശരിക്കും പറഞ്ഞ് നമ്മളെല്ലാവരും കഴിക്കേണ്ടതായിരുന്നു ആ തേൻ, ഒരു കൂട്ടമരണം തന്നെയാണ് സംഭവിക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ തേനിൽ വിഷം ചേർത്ത് ആർക്കും നമ്മുടെ കൂട്ടമരണം ആഗ്രഹിക്കുന്നുണ്ടെന്ന് തന്നെയാണ് കല്യാണി പറയുന്നത്. ആ കാട്ടുമൂപ്പനും വേലുവിനോട് നമ്മളോട് എന്ത് വൈരാഗ്യമാണ് കല്യാണി എന്ന് കിരൺ പറയുക. അപ്പോൾ കല്യാണി ഉടനെ പറയുകയാണ്, അത് ചെയ്തത് ഇവരല്ലെങ്കിലോ? നമ്മൾ കാട്ടുതേൻ വാങ്ങാൻ പോകുന്നത് മുൻകൂട്ടി അറിഞ്ഞിട്ട് ആരെങ്കിലും അതിൽ വിഷം കലർത്തിയതായിരിക്കാമോ എന്നാണ് കല്യാണി സംശയം പറയുന്നത്. ഏതായാലും വേലുവിനെ പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്ന് കിരൺ പറയുവാണേ. പിന്നീട് കാണിക്കുന്ന ഹരിയേട്ടനെയും ബൈജുവിനെയും രതീഷിനെയാണ് കേട്ടോ. അപ്പോൾ രതീഷിന് കസേര ഇരിക്കുന്നത്. രതീഷ് എന്നിട്ട് ഇവർക്കാണ് എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ രതികളിയാന്ന് പറയാണ്. രതീഷ് പറയും, ഞാൻ ഒത്തിരി തവണ അവനോട് തേൻ വാങ്ങിച്ചിട്ടുള്ള, അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതല്ല എന്ന് പറയുവാണേ. അപ്പോൾ ഹരിയേട്ടൻ പറയണേ, കിരൺ സാറും കല്യാണിയും കാട്ടിലേക്ക് പോയത് ഗംഗപ്രസാദ് അവിടെ ഉണ്ടോയെന്നൊരു സംശയത്തിന് വേണ്ടിയിട്ടായിരുന്നു, സംശയമുണ്ട്, അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയാം. അപ്പോൾ ബൈജു പറയണേ, ഞങ്ങളതിന് മുന്നേ പോയി നോക്കിയതാണല്ലോ. ബൈജു പറയാം, കാടിൻ്റെ മുക്കും മൂലയും ഒക്കെ പരിശോധിച്ചതാണ്, അവനെ കിട്ടിയില്ല, ഒരു പൊടി പോലും കിട്ടിയില്ല, അതുകൊണ്ട് അവൻ മരിച്ചു കാണും സാറേ എന്ന് പറയുവാണ്. പക്ഷേ ഹരിയേട്ടൻ പറയണേ, കിരൺ സാറും പോയതാണല്ലോ എന്ന് പറയുവാണ്. അപ്പോൾ ഹരിയേട്ടൻ പറയും, ചെറിയ പോയ്സണൊന്നും അല്ല ചെന്നിരിക്കുന്നത്, ചന്ദ്രസേനൻ സാറിൻ്റെ കാര്യം വളരെ കഷ്ടത്തിലാണ്, വളരെ സീരിയസ് ആണെന്ന് തന്നെ ഹരിയേട്ടൻ പറയുവാണേ. ഹരിയേട്ടൻ പറയാം, നേരത്തെ കിരൺ സാറ് വാങ്ങിച്ച തേൻ എനിക്കും കുറച്ചൊരു ചെറിയ കുപ്പി തന്നിരുന്നു, പക്ഷേ വീട്ടിൽ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. അപ്പോൾ ബൈജു പറയാം, ആപത്ത് ഒഴിഞ്ഞു പോകുന്നൊക്കെ നമുക്കങ്ങ് വിചാരിക്കാം അല്ലേ, അതല്ലേ നമുക്കിപ്പോൾ പറ്റുമെന്ന് പറയുവാണ്. അപ്പോൾ ഹരിയേട്ടൻ പറയാണ്, രതീഷെ നിനക്ക് എന്തായാലും വേലുവിനെ അറിയാവുന്നതല്ലേ, നീ ഒന്ന് വിളിച്ചു നോക്ക്, എന്തായാലും പോലീസ് പൊക്കുമെന്ന കാര്യം ഉറപ്പാണ്, അപ്പോൾ നീ എന്തായാലും ഒന്ന് വിളിച്ചു നോക്കെന്ന് പറയുവാണ്. രതീഷ് നേരെ ഫോൺ എടുത്തിട്ട് വേലുവിനെ വിളിക്കട്ടെ. അപ്പോൾ പിന്നെ വേലു കാട്ടിക്കൂടി നടക്കുന്ന കാണിക്കുന്നത്. അപ്പോൾ വേലുവിൻ്റെ ഫോൺ ബെല്ലടിക്കുമ്പോൾ വേലു ഫോൺ എടുക്കുക. ആ സാറേ ഞാൻ വിളിക്കാനിരിക്കുമായിരുന്നു സാറേ, തേൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ പറയും, കിന്നാരം പറയാതെ അതിനകത്ത് എന്നാടാ കലക്കിന്ന് പറയടാന്നൊക്കെ പറഞ്ഞിട്ട് രതീഷ് അങ്ങ് ദേഷ്യപ്പെടുവാണേ. എന്താണ് സാറേന്ന് ചോദിക്കാൻ പറയാണ്, കിരൺ സാറിൻ്റെ അച്ഛൻ ആ തേന് കഴിച്ചതേ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ICUവിലാടാന്നൊക്കെ പറയുവാണ്. അപ്പോൾ വേലു പറയാം, അത് സാറേ തേൻ കഴിച്ചിട്ടായിരിക്കില്ല എന്ന് പറയുവാണേ. എടാ നീ സത്യം പറഞ്ഞു, എന്തെങ്കിലും അതിനകത്ത് ചേർത്തിട്ട്? ഇല്ല സാറേ, ശുദ്ധമായ തേനാണ് ഞാൻ കൊടുക്കാറുള്ളത്, ഇതുവരെ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതുവരെ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ലായിരിക്കും, ഇപ്പോൾ കിരൺ സാറിൻ്റെ അച്ഛൻ ഹോസ്പിറ്റലാണെന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോൾ രതീഷ് പറയുവാണേ, ഇനിയിപ്പോൾ ആരെങ്കിലും കാട്ടിനകത്ത് അവൻ്റെ ആൾക്കാരാരെങ്കിലും, അപ്പോൾ രതീഷും പറയുന്നുണ്ട്, ശരിയാണ്, സ്റ്റെഫിയുടെയോ ഗംഗപ്രസാദിൻ്റെ ആൾക്കാരാരെങ്കിലും ആ കാട്ടിൽ കൂടി കയറിയിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷെ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു കിരൺ സാറ് പോയെന്നൊക്കെ ഇവർ സംസാരിക്കുവാണേ. ബൈജു ചോദിക്കും, സാറേ വേലുവിനെ പൊക്കുമായിരിക്കുമല്ലേ എന്ന് പറയുമ്പോൾ ഹരിയേട്ടൻ പറയണേ, മിക്കവാറും പൊക്കാതിരിക്കില്ലല്ലോ, പോയിസൺ എങ്ങനെ കലർന്നതെന്ന് അറിയണ്ടേ. രതീഷും പറയുക, മനഃപൂർവ്വം അവരത് ചെയ്യില്ല എന്ന് പറയാം. ബൈജുവും പറയാം, ഓരങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കും തോന്നണേന്ന് പറയുവാണേ. അപ്പോൾ രതീഷ് പറയും, ഈ കാടിനെ കടലിനെയൊക്കെ അറിഞ്ഞ് ജീവിക്കുന്നവരൊരിക്കലും കള്ളത്തരം കാണിക്കില്ല സാറേ, പക്ഷെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് രതീഷും പറയുന്നുണ്ട്. ഇത് കാണിക്കുന്ന വേലു ഓടിപ്പാഞ്ഞ് മൂപ്പൻ്റെ വീട്ടിലോട്ട് വരികയാണ് കേട്ടോ. മാമാ 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 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നേരെ മൂപ്പൻ ചോദിക്കുക, എന്താടാ ഒരു കുഴപ്പമുണ്ടായി മാമാ എന്ന് പറയുവാണ്.
അപ്പോൾ വെയിലു പറയണം നമ്മൾ ഇവിടുന്ന് കൊടുത്തയച്ച തേനിൽ വിഷം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്ന് പറയാം. അപ്പോൾ മൂപ്പൻ എഴുന്നേറ്റിട്ട് എൻ്റെ മലദൈവങ്ങളെ നമ്മൾ അങ്ങനെ കൊടുക്കുവാടാ എന്നൊക്കെ ചോദിക്കുവാണ്. ഇവർ രണ്ടുപേരും കൂടി ഈ സംസാരിക്കുന്നതായിട്ട് ജനലിനപ്പുറത്ത് നിന്ന് ഗംഗപ്രസാദ് എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ വന്ന സാറിൻ്റെ അച്ഛൻ അത് രുചിച്ച് നോക്കിയിട്ട് ഹോസ്പിറ്റലാണെന്ന് പറയുവാണ് കേട്ടോ. ഗംഗപ്രസാദ് ആണെങ്കിൽ അപ്പുറത്ത് നിന്ന് നല്ല ചിരിയോട് ചിരി കേട്ടോ. അവൻ അങ്ങ് സന്തോഷമാവുകയാണ്. മൂപ്പനും അങ്ങ് ടെൻഷനാവുകയാണ്. മൂപ്പൻ ചോദിക്കുക, എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് മാമ, ഞാൻ നല്ല തേനാണ് കുപ്പിയിലാക്കി കൊടുത്തതെന്ന് പറയുന്നത്, പിന്നെ ഇതെങ്ങനെ സംഭവിച്ചടാന്നൊക്കെ ചോദിച്ചിട്ട് മൂപ്പൻ അങ്ങ് വിഷമിക്കുവാണ്. വേലുവിനും ആകെ സങ്കടമാവുകയാണ്. അപ്പോൾ മൂപ്പൻ ചോദിക്കുക, എടാ നീ വല്ല മൃഗങ്ങളെ കൊല്ലാൻ വെച്ച വിഷം എടുത്ത് അതിനകത്ത് കലക്കിയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുവാണ്. അമലും അങ്ങോട്ട് ഇറങ്ങി വരുവാണ് കേട്ടോ. അമലും അപ്പോൾ മൂപ്പനോട് ചോദിക്കുക എന്താപ്പാന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഇവിടെ തേന് കൊടുത്ത് വിട്ടില്ലേ, ഒരു സാറന്മാർ ഇവിടെ വന്ന് വാങ്ങിച്ചില്ലേ, ആ സാറന്മാരിൽ ആരൊക്കെയോ കഴിച്ചിട്ട് ഹോസ്പിറ്റലിലാണ്, അതിനകത്ത് എന്തോ വിഷം കലർന്നിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നതെന്ന് മൂപ്പൻ പറയുവാണ്. കിരൺ സാറിൻ്റെ അച്ഛനില്ലേ, അങ്ങേര് തേൻ കുടിച്ചിട്ട് ഹോസ്പിറ്റലാണെന്ന് പറയുവാണ്, ആശുപത്രിയിലാണെന്ന് പറയുവാണ്. അപ്പോൾ അമലിനാണെങ്കിൽ ചെറിയൊരു സന്തോഷം പോലെ ഉണ്ട് കേട്ടോ. അപ്പം പറഞ്ഞത് തന്നെ സത്യം, ഒരു ബോധവും ഇല്ലാതെ ഇയാൾ നടക്കുന്നതെന്ന് പറയുവാണ് അമലു. തേനകത്ത് വിഷമുണ്ട്, ഫോറസ്റ്റുകാർ ഇങ്ങോട്ട് എത്തുമെന്ന് പറയുകയാണ്. അപ്പോൾ വേലു പറയാണ്, ദൈവസത്യമായിട്ട് ഞാൻ അതിനകത്തൊന്നും ചേർത്തിട്ടില്ല, പിന്നെ ആരാടാ ചേർത്തതെന്നൊക്കെ ചോദിച്ച് മൂപ്പം വഴക്കുണ്ടാക്കുവാണ്. പിന്നെയല്ലേ കാട്ടിൽ നിന്ന് കൊണ്ടുവന്നതും പാക്ക് ചെയ്തും എല്ലാം എന്ന് പറയുമ്പോൾ അമലു പറയും അതിനകത്ത് വേറെ ആരും പങ്ക് പറ്റിയിട്ടില്ല, പിന്നെ നീ നാട്ടിൽ കൊണ്ട് തേൻ കൊടുത്തതല്ലേ എന്നും മൂപ്പൻ ചോദിക്കുവാണ്. തേൻകൂട്ടിൽ ആരെങ്കിലും വിഷം വെച്ചിരുന്നോ എന്നൊക്കെ സംശയം വേലു പറയാം. അപ്പോൾ മൂപ്പൻ പറയും ഇതുവരെ കേട്ട് കേൾവിയില്ലാത്ത കാര്യമാണ്, തേൻകൂട്ടിൽ ആരെങ്കിലും കൊണ്ട് വിഷം വെക്കുവാടാ, നിൻ്റെ തല തിരിഞ്ഞുകൊണ്ടാടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് മൂപ്പൻ പറയും. നിനക്ക് മലദൈവങ്ങളുടെ കോപം ഉണ്ടടാന്നൊക്കെ മൂപ്പൻ പറയുവാണേ. നിങ്ങളെ വിഷമിപ്പിക്കാൻ പാടില്ല, നീ ഒരുപാട് തവണ എൻ്റെ മോളെ വിഷമിപ്പിക്കാറുണ്ടെന്ന് മൂപ്പൻ പറയുവാണേ. അമലു പറയുകയാണ് ഫോറസ്റ്റുകാർ വന്നാൽ ഇയാളങ്ങ് കുറ്റം ഏറ്റോണം, അല്ലാതെ വേറെ ആരും ഇതിൽ പങ്കാളികളല്ല എന്ന് അമലു പറയുവാണ്. മൂപ്പൻ പറയാം നമ്മൾ കൊടുത്ത തേൻ കഴിച്ചിട്ട് ഒരാൾ ആശുപത്രിയിൽ വരെ ആയില്ലേ, അത് തന്നെ ദൈവകോപം ഉണ്ടാക്കുന്ന കാര്യമാണെന്നൊക്കെ മൂപ്പൻ പറയുവാണ്. നമ്മുടെ ഗംഗയാണെങ്കിൽ ഈ ജനലിനപ്പുറം നിന്നിട്ട് ഇതൊക്കെ കണ്ടങ്ങ് സന്തോഷിക്കുന്നുണ്ട്. പിന്നെ ഗംഗ അവിടെ പോയിരുന്നിട്ട് ചിന്തിക്കുകയാണ്, അയാൾ മാത്രമേ കഴിച്ചുള്ളൂ, മറ്റുള്ളവരൊന്നും കഴിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ്. ഗംഗയുടെ അടുത്തോട്ട് വന്ന ശും പറയണേ, അതെ അറിഞ്ഞില്ലേ, ഇവിടുന്ന് 2 പേര് തേൻ കൊണ്ടുപോയില്ല, അതിലൊരാൾ തേൻ കുടിച്ച് ആശുപത്രിയിലായി എന്നാണ് പറയുന്നതെന്ന് പറയുവാണ്. ആ വെയിലുവാണെങ്കിൽ തലതിരിഞ്ഞല്ലേ നടക്കുന്നത്, നമ്മളെപ്പറ്റി ചിന്തിച്ചില്ല അവൻ നടക്കുന്നത്, അപ്പോൾ ആ വെയിലും അതിനകത്ത് എന്തൊക്കെ കലർത്തിയെന്ന് അറിയില്ല എന്നൊക്കെ അമലു പറയുവാണേ. മൃഗങ്ങളെ ശുദ്ധജീവികളെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിരുന്ന വിഷം എടുത്ത് അവൻ കലക്കിയോന്നാണ് എല്ലാവർക്കും ഒരു സംശയം. പിന്നെ ഇനിയിപ്പോൾ ഫോറസ്റ്റുകാരും ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വരുമോ എന്നുള്ള പേടിയാണ് എല്ലാവർക്കും എന്ന് പറയുവാണ് അമലു. അവൻ ഇവിടെ തുടരാൻ അപ്പനും അമ്മയും സമ്മതിക്കില്ല എന്ന് പറയുകയാണ്. അപ്പോൾ വിനായകേട്ടൻ്റെ എൻ്റെ അടുത്ത് സത്യമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അമലു പറയുവാണ്. അപ്പോൾ ഗംഗ ചോദിക്കുക, ഇങ്ങോട്ട് ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുകയാണ്, പിന്നെ പോലീസുകാർ വരുന്നു, പിന്നെ ഫോറസ്റ്റുകാർ വരാതിരിക്കും, ഈ തേന് ഇതിനകത്ത് വിഷം എങ്ങനെ കലർന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരെന്തായാലും വരും. അപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഗംഗ ചോദിക്കാൻ പറയണം, അത് ഇവിടെ വന്ന സാറിൻ്റെ അച്ഛനാണ്, തൊട്ട് നാവിൽ വെച്ചേ ഉള്ളൂ എന്നാണ് പറയുന്നതെന്ന് പറയുവാണ്. ഞങ്ങൾ എത്ര വർഷമായി തേൻ വിൽക്കുന്നത്, ഇത് ആദ്യത്തെ സംഭവമാണ്, പിന്നെ ഞങ്ങളുടെ അപ്പൂപ്പൻ്റെ കാലം മുതൽ തുടങ്ങിയതാണെന്നൊക്കെ പറയുവാണ് കേട്ടോ. അവൾ പറയുവാണ് ഫോറസ്റ്റുകാർ വരുവാണെങ്കിൽ വിനായകേട്ടൻ എങ്ങോട്ടെങ്കിലും മാറിയേക്കണേന്ന് പറയുവാണ്. അവർ വന്നിട്ട് ഇവിടെ മൊത്തം അരിച്ചു പെറുക്കുമെന്ന് പറയുകയാണ്. പിന്നെ അവൻ നല്ല ഭയത്തിലാണ് എന്ന് പറയാം. പിന്നെ എനിക്ക് പഠിപ്പുള്ള ഒരാളെ ആഗ്രഹമുണ്ടായിരുന്നു, കാരണം എനിക്ക് പഠിപ്പില്ല, എനിക്ക് അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും അറിയാം, അവൻ അതുപോലും ഇല്ല എന്നൊക്കെ അമലു പറയുവാണ് കേട്ടോ. പിന്നെ ഗംഗപ്രസാദിനോട്, എൻ്റെ ടെൻഷനല്ല പെണ്ണെ, എൻ്റെ ടെൻഷൻ എനിക്ക് അവൻ്റെ അച്ഛൻ മാത്രം തേൻ കഴിച്ചതിനുള്ള ടെൻഷനാണെന്നൊക്കെ ഗംഗപ്രസാദ് മനസ്സിൽ ചിന്തിക്കുവാണ്. ഏട്ടാ നമുക്ക് കാട്ടിൽ നിന്ന് പോകാനുള്ള സമയമായി, കല്യാണം കഴിക്കാത്ത പിള്ളേർ ഗർഭിണിയായിക്കഴിഞ്ഞാൽ ഊരുവിലൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുവാണ്. നാട്ടുകൂട്ടം തുടങ്ങും, പിന്നെ കൂടും. ഇപ്പോൾ എല്ലാവരും കൂടി കൂടിയ സമയത്ത് മൂപ്പൻ തന്നെയാണ് ഇതൊക്കെ നടപ്പിലാക്കേണ്ടതെന്നൊക്കെ പറയുവാണ് കേട്ടോ അമലു. എൻ്റെ അപ്പൻ എനിക്ക് ഊരുവിലക്ക് കൽപ്പിക്കേണ്ടി വരും, അത് ഞാൻ മരിക്കുന്നതിന് തുല്യമായിരിക്കുമെന്നൊക്കെ, എൻ്റെ അപ്പം മരിക്കുന്നതിന് തുല്യമായിരിക്കും എന്നൊക്കെ അമലു പറയുകയാണ് കേട്ടോ വിനായകനോട്. ഇവൻ ഇതെല്ലാം കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. നാളെ ഞാൻ വരാൻ തയ്യാറാണ്, എപ്പോഴായാലും പോവാന്നൊക്കെ അമലു വിനായകനോട് പറയണം. അവനിങ്ങനെ തലയാട്ടി നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്ന ഹോസ്പിറ്റലാണ്. അപ്പോൾ ഡോക്ടർ കിരണിൻ്റെ അടുത്തേക്ക് വരുവാണ്. ഡോക്ടർ കിരണിനോട് പറയാണ്, മാരകമായ വിഷമാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നത്, മെറ്റോടോക്സിൻ പോലെ എന്തോ മാരകമായ വിഷമാണെന്ന് പറയുവാണ്. അത് കാട്ടിലെങ്ങനെ വന്നു എന്നറിയില്ല, സാധാരണയായി മൃഗങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ ഡോക്ടർ കിരണിനോട് പറയുവാണ്. എന്തായാലും സാറേ അത് കണ്ടെത്താമെന്നൊക്കെ പറയുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേലുവിൻ്റെ വീട്ടിലാണ്. പിന്നീട് കാണിക്കുന്ന മൂപ്പൻ്റെ വീടാണ്. മൂപ്പനും മൂപ്പത്തിയും നമ്മുടെ വേലും കൂടി നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും നല്ല ടെൻഷനിലാണ്.
അങ്ങോട്ട് ഫോറസ്റ്റുകാർ വരികയാണ് കേട്ടോ. അപ്പോൾ വെയിൽ ഓടാൻ പോകുമ്പോൾ മൂപ്പൻ പറയണം, നീ തെറ്റൊന്നും ചെയ്തിട്ടുള്ളൂ, നീ എന്തിനാ ഓടുന്നത്, നീ അങ്ങനെ ഓടിയാൽ ഇവർ വിചാരിക്കും നീ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അകത്തിരുന്നിട്ട് ഗംഗ ഇതൊക്കെ കാണുന്നുണ്ട്. അങ്ങോട്ട് അമലും വന്ന് അകത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫോറസ്റ്റുകാർ 3 പോലീസുകാരുണ്ട്. അവർ നേരെ ഇവരുടെ അടുത്തേക്ക് വരുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.